ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ 10 ഡേയ്സ് സ്കിൻ ഗ്ലോയിങ് ചലഞ്ചിന്റെ 7th എപ്പിസോഡാണ്. സോ ഇന്ന് ഓഗസ്റ്റ് 12th, എല്ലാവർക്കും ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമുക്ക് അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ഇന്നലത്തെ പോലെ ഇന്ന് വരുന്നുണ്ട് ഇന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. എല്ലാവർക്കും അവൈലബിൾ ആയ നമ്മുടെ അടുക്കളയിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക്. എല്ലാ ദിവസവും ഈ ഒരു സീരീസിന്റെ വീഡിയോയിൽ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട്, എന്താണ് ഈ സീരീസ് എന്നുള്ളത്. സോ നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ പുതിയതായിട്ട് വരുന്നവരെ വെൽക്കം ചെയ്യണമല്ലോ, അവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഇതൊരു ഓണം സ്പെഷ്യൽ 10 ഡേയ്സ് സ്കിൻ ഗ്ലോയിങ് ചലഞ്ച് ആണ്. നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ആയിട്ടും ഓർഗാനിക്കും ആയിട്ടും ഗ്ലോ കൊണ്ടുവരാനും സ്കിന്നിന്റെ ഷെയ്ഡ് വളരെ നാച്ചുറൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് അവൈലബിൾ ആയ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു 10 ഡേയ്സ് സ്കിൻ കെയർ ചലഞ്ച്. അപ്പോൾ സംഭവം വളരെ സിമ്പിൾ ആണ്. ഇന്ന് നമ്മുടെ സീരീസിന്റെ 7th എപ്പിസോഡ് ആണ്. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നു, നമ്മുടെ വീഡിയോസിൽ സ്ഥിരം ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ള കാര്യമാണ്, ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം നാച്ചുറൽ ആണ്. പക്ഷേ അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സ്കിന്നിന്റെ കാര്യമാണ്. എന്തെങ്കിലും ഇച്ചിനെസ്സോ ഇറിറ്റേഷനോ അലർജിയോ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാതെ കണ്ടിന്യൂ ചെയ്യരുത്. നിങ്ങൾക്ക് സ്കിൻ ഗ്ലോ ഉണ്ടാവും പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യരുത്. സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക. സ്കിൻ കെയർ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പോഴും അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും വെക്കുക. നമ്മൾ അകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഫേസ് പാക്കിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് നീരാണ്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തോ മിക്സിയിൽ അടിച്ചോ അതിന്റെ നീരെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും 1 നുള്ളു മഞ്ഞളും ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടിയോ കടലമാവോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാലോ തൈരോ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡ്രൈ ആയ സ്കിന്നിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യരുത്. നനഞ്ഞ് ഈർപ്പത്തോടെയുള്ള സ്കിന്നിൽ മാത്രമേ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ആ ഒരു ഫേസ് പാക്കിന്റെ കൺസിസ്റ്റൻസി. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും ഇതിന്റെ. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിലി ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോതമ്പ് പൊടി എല്ലാവരുടെയും സ്കിന്നിന് സ്യൂട്ടായെന്ന് വരില്ല. ചിലവരുടെ സ്കിന്നിന് ഇത് അപ്ലൈ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇച്ചിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയ രീതിയിലുള്ള ഇച്ചിനെസ് പലർക്കും നോർമലായിട്ട് ഫീൽ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അധികമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എന്നാൽ റൈസ് പൗഡേഴ്സ് പലർക്കും അലർജി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. നിങ്ങൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നെക്ക് പോർഷനിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫേസ് പാക്ക് സിംഗിൾ ലെയർ ആയിട്ട് മാത്രം ഒതുക്കാതെ 2-3 ലെയർ ആയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഇവിടെ നല്ല കട്ടിക്ക് തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസ് പാക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സോളം അല്ലെങ്കിൽ നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഫേസിൽ മസാജിങ് കൊടുക്കാൻ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഫേസ് പാക്ക് ഫേസിൽ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു തട്ടിക്കൂട്ട് മസാജിങ് മാത്രം കൊടുത്ത് ഞാൻ നിർത്തണം. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇനി ഒരു 5 മിനിറ്റ്സ് റെസ്റ്റിംഗ് ടൈം. ഫേസ് പാക്ക് ഫേസിൽ മൊത്തത്തിലൊന്നും ഡ്രൈ ആവാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ ഉണങ്ങി ഒന്ന് സ്റ്റിക്കി ആയിരിക്കുന്ന പരുവത്തിലാണ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു സംഭവം കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ് വെച്ച് സ്കിന്നിൽ മസാജ് ചെയ്യുന്നതിന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സോറി, അതെന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയതാണ്. എന്നാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് വശമുണ്ട്. ഐസ് ക്യൂബ് ഡയറക്റ്റ്ലി ഫേസിൽ മസാജ് ചെയ്താൽ ഇതിന്റെ ഹാർഷായ പോർഷൻ സ്കിന്നിൽ സ്ക്രാച്ച് വരുത്തും. അതുകൊണ്ട് ഒരു സോഫ്റ്റ് കോട്ടൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഐസ് ക്യൂബ്സ് വെച്ച് ഒന്ന് ചുരുട്ടി പിടിച്ച് ഫേസിൽ മസാജ് ചെയ്താൽ ഐസ് ക്യൂബ്സിന്റെ ഗുണങ്ങൾ ഫേസിൽ കിട്ടുകയും ചെയ്യും. ഫേസിന് അത് ഹാർഷായിട്ട് ബാധിക്കുകയില്ല. ഞാനിവിടെ ഒരു 3 ഐസ് ക്യൂബ്സ് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടാട്ടോ ഫേസിൽ മസാജ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞാൻ നേരത്തെ എന്തുകൊണ്ടാണ് ആ ഒരു തട്ടിക്കൂട്ട് മസാജ് ചെയ്ത് നമ്മുടെ മസാജിങ് സെക്ഷൻ പെട്ടെന്ന് നിർത്തിയെന്ന്. ഈ ഒരു ഐസ് ക്യൂബ് മസാജ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. മസാജ് ചെയ്ത് ക്ലിയർ ആയിട്ട് കാണുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടാക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ചേഞ്ച് എന്താണെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഉരുളക്കിഴങ്ങ് നീര് നമ്മുടെ സ്കിന്നിന്റെ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ലൈറ്റനിങ് ആക്കാനും ബ്രൈറ്റനിങ് ആക്കാനും ബെസ്റ്റ് റെമഡിയാണ്. ചിലവര് ഉരുളക്കിഴങ്ങ് നീരെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന്റെ സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞു കൂടും. ആ ഒരു ഭാഗം മാത്രം സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്.
അതും വളരെ എഫക്റ്റീവ് ആണ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് മാത്രമല്ല ആ നീര് മുഴുവനായിട്ട് എടുത്താണ് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങിന്റെ ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഇത്രയധികം നീര് കിട്ടിയത്. ഉരുളക്കിഴങ്ങിന്റെ നീരെടുത്ത് ഒരിക്കലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഈ ഒരു നീരിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവും. സോ നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നീര് തയ്യാറാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. വർത്തമാനത്തിന്റെ ഇടയിൽ നമ്മുടെ ഐസ് ക്യൂബ്സ് അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിത് മൊത്തത്തിൽ മെൽറ്റ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മസാജിങ് ഫേസിന് കിട്ടിയിട്ടുണ്ട്. ഇനി അതേ കോട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഈ ഫേസ് മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഫേസ് പാക്ക് നമ്മൾ മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നോർമൽ വാട്ടറിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസിനൊരു ഇൻസ്റ്റന്റ് ഫ്രഷ്നെസ്സും ഗ്ലോയും നമുക്ക് ഈ സിംഗിൾ യൂസിൽ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഗോതമ്പ് പൊടി ഒരു ഡീപ്പ് ക്ലെൻസിങ് ഏജന്റ് ആണ്. നമ്മുടെ ഫേസിലുള്ള ഡർട്ടിനെസ് റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഗോതമ്പ് പൊടി ബെസ്റ്റ് ആണ്. പിന്നെ ഉരുളക്കിഴങ്ങ് നീരിന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. സ്കിന്നിന്റെ കറുത്ത പാടുകളും കരുവാളിപ്പും മാറാനും സൂര്യപ്രകാശം മൂലമുള്ള സൺ ടാൻ മാറാനും സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നിൽ എക്സസ് ആയ ഓയിൽ നീക്കം ചെയ്യാനും ഒക്കെ ഉരുളക്കിഴങ്ങിന്റെ നീര് ബെസ്റ്റ് ആണ്. ക്യാമറയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ചേഞ്ച് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഐസ് ക്യൂബ് മസാജ് കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ്നെസ് ഉണ്ട്. അതേപടി ആ ഒരു സുഖത്തിൽ തന്നെ പോയി കിടന്നുറങ്ങാൻ തോന്നും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക്. ഈസി എന്ന് പറയാൻ കാരണം നമുക്ക് അവൈലബിൾ ആയ കാര്യങ്ങളായതുകൊണ്ടാണ്. പക്ഷേ ഇതിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള യൂസിൽ മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുള്ളൂ. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ നീര് എന്തെങ്കിലും ഇച്ചിനെസ്സോ അലർജിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ചൊറിച്ചിലുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നോക്കുക, പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. സ്കിന്റെ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ ബെസ്റ്റ് ആണിത്. നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ വെളുത്തിട്ട് പാറുന്നല്ല പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ്, അത് ലൈറ്റനിങ് ആവും. റെഗുലർ ആയിട്ടുള്ള യൂസിൽ ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ എല്ലാം കൊണ്ട് മാത്രമേ നമ്മുടെ സ്കിന്നിന് ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, സ്കിന്നിന് പുറമേന്ന് കെയർ ചെയ്യുമ്പോഴും അകമേ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കുക. നാച്ചുറൽ ആയിട്ട് ഇട്ടേണ്ട കാര്യങ്ങൾ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ പുറമേ ചെയ്യുന്ന കെയർ എല്ലാം വളരെ വിസിബിൾ ആയിട്ട് പുറമേ കാണാൻ പറ്റും. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ സൺസ്ക്രീൻ ആണ്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സൺസ്ക്രീൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. ആർക്കെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. അഫോർഡബിൾ റേറ്റിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ ഈ സീരീസിൽ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഉണ്ട്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയും കാണിച്ച ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്താണ് ഈ വീഡിയോ പറ്റി ചിന്തിക്കുന്നതെന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മനസ്സിലാവുള്ളൂ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ സീരീസ് ഓൾമോസ്റ്റ് എൻഡാവാറായി. ഇന്നിപ്പോൾ 7th എപ്പിസോഡാണ്. ഇനി ഓൾമോസ്റ്റ് 3 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് കഴിഞ്ഞാൽ ഓണം സ്പെഷ്യൽ വ്ളോഗ്സും റിവ്യൂസും മറ്റും വരുന്നുണ്ട്. ഈ വീഡിയോസിന്റെ പുറകെ ആയതുകൊണ്ടാണ് മറ്റു വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻ്റർ ആവും. ഓണം സ്പെഷ്യൽ കാര്യങ്ങളെല്ലാം വഴിയെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ വ്ളോഗ്സും മറ്റു കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ടെന്ന് കമന്റിലൂടെ എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം. നമ്മുടെ വ്ളോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ തുടങ്ങി വെച്ച കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കും. അപ്പോൾ വീഡിയോയുടെ എൻഡ് ചെയ്യണേണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇത് ഓണം സ്പെഷ്യൽ സീരീസ് ആണെന്നേ ഉള്ളൂ. ഇതിനു മുന്നേ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. അപ്പോൾ ഇതിൽ നല്ലൊരു സ്കിൻ കെയർ റെമഡി ആയിട്ട് നാളെ എപ്പിസോഡ് 8 കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.